ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന രീതി നമ്മളുടെ ഏകദേശം രീതി നല്ലതാണ്. അതായത് നല്ലതെന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലും പ്രോട്ടീനേറ്റഡ് ഐറ്റംസാണ് കൂടുതലും ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി. ഇപ്പോൾ ദോശ, ഉഴുന്നാണ് അതിനകത്ത് കൂടുതൽ, ഇഡ്ഡലി, ഉഴുന്നാണ് അതിനകത്ത് കൂടുതൽ. ഇതിനെക്കാട്ടി കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഉഴുന്നിനകത്താണ്. അപ്പോൾ ആ സാധനങ്ങളൊക്കെ നല്ലതാണെന്നുള്ളൊരു ഇതാണ്. തന്നെയല്ല, ഈ രാത്രി ഫുഡ് കഴിച്ച് പിന്നെ ഉച്ചവരെ ഫുഡിന് കാത്തിരിക്കുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ആസിഡുകളും കാര്യങ്ങളും ഇതെല്ലാം ഇതിനകത്ത് പ്രവർത്തിച്ച് തുടങ്ങും. അതുകൊണ്ട് ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത് നല്ല പ്രവണതയല്ല. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ കാര്യം അല്ലാതെ പറയുന്നത് ഈ നമ്മളെ വെയിറ്റ് ലോസിന് ഏറ്റവും ബെസ്റ്റ് ലാസ്റ്റ് മീലും ഫസ്റ്റ് മീലും തമ്മിലുള്ള ഗ്യാപ്പ്. വെയിറ്റ് കൂടാതെ നോക്കുകയാണല്ലോ ആദ്യം വേണ്ടത്. വെയിറ്റ് കൂടിയിട്ടല്ലേ ഈ സംഭവം പറയുന്നത്. അപ്പോൾ കൂടാതെ നോക്കുക എന്നുള്ളത് അതേ. ഈവൻ വെയിറ്റ് പോലും നമ്മുടെ പ്ലേറ്റിനകത്ത് എന്ത് വേണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിപ്പം പ്രഭാത ഭക്ഷണമാവട്ടെ, ഉച്ചയ്ക്ക് എടുക്കുന്ന ഭക്ഷണമാവട്ടെ, വൈകിട്ടെടുക്കുന്ന ഭക്ഷണമാവട്ടെ, നമ്മൾ ഏതാണ് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ ലിമിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് എടുക്കുന്ന ഐറ്റംസ് ഇന്നതൊക്കെ ആയിരിക്കണമെന്ന് നമ്മൾ ഇതാക്കുക. ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് റൈസ് ഉപയോഗിക്കാറെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ടേസ്റ്റിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. റൈസ് ഉപയോഗിക്കാറില്ല. നമ്മൾ കൂടുതലും സൈഡ് ഡിഷസാണ് കൂടുതൽ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഭക്ഷണ ശീലമാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചൊക്കെ അതായത് നമ്മൾ ഒബീസിറ്റി വന്നതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ സ്കിപ്പ്ഡ് മീൽസും മറ്റേ ഇതൊക്കെ ചെയ്യാതെ വരാതെ നോക്കുക എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ഡോക്ടർ, ഈ അരി നമ്മളെപ്പോഴും വില്ലനാക്കി മാറ്റാറുണ്ട് നമ്മുടെ ഡിസ്കഷൻസിലൊക്കെ. അപ്പം അതിനെതിരെ ഒരു കൗണ്ടർ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് 3 നേരവും ചോറുണ്ട് നടന്നിരുന്ന കാലത്ത് ഇത്ര അസുഖങ്ങളില്ല. ഇപ്പം നിങ്ങൾ അന്ന് ജനം അധ്വാനിക്കുമായിരുന്നു. അന്ന് ഈ ദോശ ഉണ്ടാക്കാനല്ല അപ്പം ഉണ്ടാക്കാനോ നമ്മൾ ഇരുന്ന് ആട്ടിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ കാലഘട്ടത്തിൽ ആട്ടി ചെയ്യുന്നത്? അപ്പം ഈ ആട്ടുന്നതിന് നമുക്കൊരു ഇതുണ്ടല്ലോ, ഒരു എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതും ഇതൂടെ ഒരുമിച്ച് പോകുമായിരുന്നു അന്ന്. ഇന്നിപ്പം നമ്മൾ സ്വിച്ച് ഇടുമ്പം കറങ്ങും, ആ സാധനം ചെയ്യുകയും ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോഴുള്ള വ്യത്യാസമുണ്ട്. സംശയമില്ലാത്ത കാര്യം അതാണ് ഏറ്റവും മെയിൻ. നമ്മൾ കഴിക്കുന്നതിനെക്കാട്ടി കൂടുതൽ അധ്വാനം കുറഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ ഏതെങ്കിലും ഒരു വണ്ടി എടുത്ത് പോകുമ്പോൾ ഒരു കടയുടെ മുമ്പിൽ നിർത്താനല്ലേ നമ്മൾ നോക്കുള്ളൂ. നമ്മൾ ഇച്ചിരി ദൂരെ പോയിട്ട് നടന്നുകളയാൻ നമ്മുടെ ശീലത്തിനകത്ത് വ്യത്യാസം വന്നതുകൊണ്ടല്ലേ അത്. ഭക്ഷണ രീതിയിലും വ്യത്യാസം വരണം. അതെ. ഈ വെജിറ്റബിൾസ് കൂടുതൽ ഫൈബർ അടങ്ങിയ വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ വെജിറ്റബിൾസ് ഇറ്റ്സെൽഫ് പുറത്തുനിന്ന് വരുന്നത് ലോട്ട് ഓഫ് പെസ്റ്റിസൈഡ്സ് ആൻഡ് ദാറ്റ് ഇപ്പം കീമോ നടക്കുന്ന സമയത്ത് തന്നെ certain foods they say don't eat because pesticide, like grapes കഴിക്കണ്ട എന്ന് പറയും, കാരണം അതിൽ പെസ്റ്റിസൈഡ്സ് ഉണ്ടായിരിക്കും. അപ്പൊ how can we say that നമ്മൾ ഈ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് കഴിക്കാം? അതാണ് സ്വന്തമായിട്ട് കൃഷി ചെയ്ത് നമുക്കത് പറ്റില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കൃഷി ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ഇന്നതിനകത്ത് ഫുഡുണ്ട്. ഇപ്പം ഈവൻ നമ്മൾ ആപ്പിൾ കഴിക്കുമ്പോൾ ഒന്ന് ചുരണ്ട് നോക്കിയാൽ അതിനകത്ത് മെഴുകല്ലേ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇതൊന്നും അറിയാതെ നമ്മൾ കട്ട് ചെയ്ത് നേരത്തെ കഴിച്ചുകൊണ്ടിരുന്നതല്ലേ. അപ്പോൾ ഇതിനകത്തൊക്കെ നമുക്ക് അതിനകത്തൊന്നും കൺട്രോളില്ല. ഇതിനകത്തൊക്കെ ഒരുപക്ഷെ ഗവൺമെൻറ്റിന് കൺട്രോൾ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കാം. അവർക്ക് ഇച്ഛാശക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ. നമുക്കതിനകത്തൊന്നും കൺട്രോൾ ഇല്ലല്ലോ. എല്ലാവരും പറയും കോക്കനട്ട് ഓയിൽ, ചിലര് പറയും കോക്കനട്ട് ഓയിൽ ഇസ് ഗുഡ്, ചിലര് ഈ ഫൈറ്റ് തേങ്ങ ഉണ്ടായ കാലം തൊട്ട് ഡോക്ടർ ആൽക്കഹോൾ ഒഴിവാക്കിയത് ഒരു സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് വേണമെന്ന് ഇപ്പോൾ ഡോക്ടേഴ്സ് എല്ലാം പറയുന്നുണ്ട്. ആൽക്കഹോൾ കോസസ് ക്യാൻസർ എന്നുണ്ട്. അത് എന്താണ്? ആൽക്കഹോളിന്റെ എഫക്ട് എന്താണ്? ആൾക്കാരുടെ ഒരു മെയിനായി ഡയറക്റ്റ് എഫക്റ്റ് ഉണ്ടാക്കുന്ന 2-3 ഓർഗൻസ് ഉണ്ട്. ഒന്ന് ലിവർ സിറോസിസ് ഉണ്ടായ സിറോസിസ് ആണല്ലോ ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമയൊക്കെ ഉണ്ടാകുന്നത്. രണ്ടാമതുണ്ടാകുന്നത് പാങ്ക്രിയാസ് എന്ന് പറഞ്ഞാൽ 2 തരത്തിൽ പാങ്ക്രിയാസിനെ, അതായത് റിക്കറൻ്റായിട്ട് പാങ്ക്രിയാറ്റൈറ്റിസ് വരുന്നൊരു പാങ്ക്രിയാറ്റൈറ്റിസ് എന്ന പാങ്ക്രിയാസിനുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർവീഴ്ചയ്ക്കാണ് പാങ്ക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അത് റിക്കറൻ്റായിട്ടുണ്ടായിട്ട് ഈ ക്രോണിക് നമുക്ക് നേരത്തെ ഞാൻ ട്രോപ്പിക്കൽ പാങ്ക്രിയാറ്റൈറ്റിസിൻ്റെ കാര്യം പറഞ്ഞാണ്, അതിന് സമാനമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിനകത്ത് സ്റ്റോൺസ് ഫോം ചെയ്യും. ഈ ട്രോപ്പിക്കൽ പാങ്ക്രിയാറ്റൈറ്റിസും സ്റ്റോൺസ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഈ റിക്കറൻ്റായിട്ട് അറ്റാക്സ് വന്നിട്ട് ഇൻഫ്ലമേഷൻസ് വന്നിട്ട് ഇതിനെ ക്രോണിക് പാങ്ക്രിയാറ്റൈറ്റിസ്. ഈ ക്രോണിക് പാങ്ക്രിയാറ്റൈറ്റിസും കാർസിനോമ അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടാക്കുന്നതാണ്.
ഈസോഫാജിക് ക്യാൻസറും ആൽക്കഹോൾ റിലേറ്റഡ് ആണ്. ഒട്ടുമിക്ക അപ്പർ ജി ക്യാൻസേഴ്സും എല്ലാം ആൽക്കഹോൾ ആയിട്ട് റിലേറ്റഡ് ആണ്. ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ കഴിക്കുന്നവർ മാത്രമേ വരുന്നുള്ളൂ എന്നല്ല, അത് ഉപയോഗിക്കുന്നവർക്ക് ഇത് കൂടുതലാണ്. ഡോക്ടർ, അതുപോലെ ഈ കോൺട്രവേഴ്സിയിലാണ് അജിനോമോട്ടോയുടെ ഉപയോഗം. അപ്പോൾ അജിനോമോട്ടോ ഇത്രയും ഒരു പേടിപ്പെടുത്തുന്ന സാധനമാക്കി മാറ്റിയത് അമേരിക്കൻ ഫുഡ് ഇൻഡസ്ട്രി ആണെന്നൊരു തിയറി ഉണ്ട്. അതായത് ഈ ചൈനീസ് ഫുഡ് അമേരിക്കയിൽ പോപ്പുലറൈസ് ആയതോടുകൂടി അജിനോമോട്ടോ നല്ലതല്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ അത് എത്രത്തോളം അതിന് ഇമ്പാക്റ്റ് ഉണ്ടെന്നുള്ള കാര്യത്തിൽ പഠനങ്ങൾ നടക്കേണ്ടിയിരിക്കും. ചൈനീസ് ആളുകൾ ഇത് ട്രഡീഷണലി ഉപയോഗിച്ച് വരുന്ന ഒരു സോൾട്ട് മാത്രമാണ് അജിനോമോട്ടോ. അതിനിങ്ങനെ വില്ലനാക്കി മാറ്റേണ്ട കാര്യമില്ല എന്നൊരു. ചൈനയെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് അവരുടെ ഹെൽത്ത് സിസ്റ്റത്തിന് ആക്സസ് ചെയ്യാനുള്ള പ്രയാസങ്ങളുണ്ട്. പ്രത്യേകിച്ച് ചൈനയ്ക്ക് പ്രത്യേകതരമായിട്ടുള്ളൊരു റെസ്ട്രിക്ഷൻസ്. കാര്യം നമ്മൾ കൊറിയയിലെ കണക്കോ അല്ല ജപ്പാനിലെ കണക്കോ അവരുടെ ഹെൽത്ത് സിസ്റ്റത്തിന് നമുക്ക് ആക്സസ് ഇല്ല, മനസ്സിലായില്ലേ? അവരുടെ പബ്ലിക്കേഷൻസ് എല്ലാം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യത്തിൽ അവർക്ക് ദോഷം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയങ്ങളുണ്ട്. അതായത് നമുക്ക് ആക്സസ് ഇല്ലാത്തടത്തോളം കാര്യം നമുക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപകടകാരി തന്നെയാണ്, പക്ഷേ അതിന് എത്രത്തോളം അപകടം ഉണ്ട് എന്നുള്ളത് നമ്മൾ പഠനങ്ങളിലൂടെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഡോക്ടർ, അതുപോലെ ക്യാൻസർ കൂടുന്നു എന്നുള്ളതൊരു വാസ്തവമാണ്. അത് നമ്മുടെ ആയുർദൈർഘ്യം കൂടി എന്നുള്ളതുമായിട്ട് കണക്റ്റഡ് അല്ലേ? അതെ, നമ്മൾ അതിനകത്ത് ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രോഗ്നോസിസ് ലൈഫ് സ്പാൻ തീരുമാനിക്കുന്ന 3 ഇയർ ഡിസീസ് ഫ്രീ സർവൈവൽ എന്ന് പറഞ്ഞിട്ട് സർവൈവൽ ഇൻഡെക്സ് ഉണ്ട്. ഒന്ന് ഡിസീസ് ഫ്രീ സർവൈവലുണ്ട്, 2 മൊത്തം സർവൈവൽ, അത് എത്ര നാൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ള സർവൈവൽ. ചിലപ്പോൾ നാളെ ജീവിച്ചിരിക്കുന്നു ഡിസോഴ്സോടുകൂടി ആവാം, അതുകൊണ്ടാണ് മറ്റേ ഇൻഡെക്സ് വെച്ചിരിക്കുന്നത്. ഡിസീസോടുകൂടി തന്നെ ഇത്രയും കാലം ജീവിച്ചിരിക്കാം, ഡിസീസ് ഇല്ലാതെയും ജീവിച്ചിരിക്കാം. അപ്പോൾ നമ്മൾ കൂടുതലും സ്പെസിഫിക് ആയിട്ട് നോക്കുന്നത് ഡിസീസ് ഫ്രീ സർവൈവൽ എന്ന് പറയുന്ന ഇൻഡെക്സ് വെച്ചിട്ടാണ് നോക്കുന്നത്. ആ ഇൻഡെക്സ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എത്ര റാഡിക്കലായിട്ട് ഇത് ചെയ്യുന്നു, സർജറി ചെയ്യുന്നു, ആ ഡിസീസ് ഫ്രീ സർവൈവൽ കൂടുതലായിരിക്കും. ഡോക്ടർ, എൻ്റെ സംശയം എന്ന് വെച്ചാൽ ഈ ക്യാൻസറും ഏജും തമ്മിലുള്ള ബന്ധം അതാണ് ചോദിച്ചത്. എനിക്ക് ചോദ്യം പിടികിട്ടില്ല. പൊതുവെ ഓൾഡ് ഏജിലുണ്ടാകുന്ന ക്യാൻസേഴ്സ് അഗ്രസീവ് ആയിരിക്കത്തില്ല, പൊതുവേ ഉള്ള ഒരു ഇതാണ്. യങ് ഏജിലുണ്ടാകുന്ന ക്യാൻസേഴ്സ് ഭയങ്കര അഗ്രസീവ് ആയിരിക്കും. ഇപ്പോൾ 20 വയസ്സുള്ളൊരു കുട്ടിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകുന്നിരിക്കട്ടെ, അതേ കാലം സർവൈവ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അതേപോലെ ഞങ്ങളുടെ ഏരിയയിലും ഈ കൊളറക്ടലായാലും മറ്റ് ആമാശയത്തിലുണ്ടാകും. ഇപ്പം ആമാശയം യങ് ഏജിൽ കൂടി വരികയാണ്. നേരത്തെ ഓൾഡ് ഏജിലായിരുന്നു ആമാശയ ക്യാൻസർ ഞങ്ങൾ 60-ലും 70-ലും കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ 40-ലും 30-ലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ക്യാൻസേഴ്സ് അഗ്രസീവ് ക്യാൻസേഴ്സാണ്. അതെന്തുകൊണ്ടാണ് ഡോക്ടർ യങ് ഏജിൽ കാണുന്ന ക്യാൻസേഴ്സ്? അത് ഒരു പക്ഷേ മ്യൂട്ടേഷൻസിൻ്റെ ഇതുകൊണ്ടാവാം ഈ യങ് ഏജിൽ കൂടുതൽ അഗ്രസീവ്നെസ് കൂടുന്നത്. മറ്റേ ഏജിൽ കൂടുതൽ വരുന്ന അവരുടെ ഈ ജീനോവോ ഈ സെൽസിൻ്റെ അതിനകത്ത് വരുന്ന മാറ്റങ്ങൾ കൊണ്ടിട്ട് അവർ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും ഓൾഡ് ഏജിൽ വരുന്നത്. മറ്റേത് ജനിതകമായിട്ട് വരുന്നതുകൊണ്ട് പെട്ടെന്ന് വരികയും പെട്ടെന്ന് സ്പ്രെഡാവുകയും, ജനിതകം എന്ന് പറഞ്ഞാൽ പാരമ്പര്യമല്ല ഉദ്ദേശിച്ചത്, ഈ മ്യൂട്ടേഷൻസ് ജീനിനകത്തുള്ള മ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത്. ചെറുപ്പക്കാർക്ക് വരുന്ന ക്യാൻസർ അഗ്രസീവാണ്, ഡേഞ്ചറസ് ആണ്. രോഗിയെ സംബന്ധിച്ച് ഈ ട്രീറ്റ്മെന്റ് നടത്തി ലൈഫ് എക്സ്പെക്ടൻസി കൂട്ടുക എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്ത് കുറഞ്ഞ കാലം ജീവിക്കുക എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സാധാരണഗതിയിൽ രോഗികൾ എന്താണ് പ്രിഫർ ചെയ്യുന്നത്? എത്ര പരമാവധി കൂടുതൽ കാലം? അതെ, നമ്മളത് ഓരോ ഏജിലും ജനത്തിൻ്റെ പെർസ്പെക്റ്റീവ് ഡിഫറെൻ്റ് ആണ്. ഇച്ചിരി ഓൾഡ് ഏജ് ആണ്, ഒരു 70s ഉള്ള ഒരാളുടെ അടുത്ത് ഈ ക്യാൻസർ ഉണ്ട് എന്ന് നമ്മൾ റിവീൽ ചെയ്തതിന് ശേഷം അവരുടെ ഡിസീസിനോടുള്ള പെർസ്പെക്റ്റീവ് ഒരുപക്ഷെ എനിക്ക് എത്രയൊക്കെ ആയില്ലേ, ഇനി ഇതൊക്കെ മതി, ഇതുകൊണ്ടങ്ങ് ജീവിച്ചോളാം, വലിയ പ്രയാസമൊന്നും ഉണ്ടാക്കാതെ വിട്ടാൽ മതി, കഴിഞ്ഞാൽ മതി എന്നൊന്ന്. അതേസമയം ഒരു യങ് ഏജിൽ 30-40 ഒരാൾക്ക് ഇങ്ങനെ വരുവാണെന്നുണ്ട് ഒരിക്കലും അങ്ങനെ പറയില്ല. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ജീവിക്കണം, എനിക്ക് 2 മക്കളുണ്ട്, കൊച്ചു പിള്ളേരാണ്, അവരെ നോക്കാൻ ആളില്ല, ഇതായിരിക്കും അവരുടെ. അപ്പോൾ ഇത് രണ്ടും ഈ ഏജ് അനുസരിച്ച് ഡിഫറെൻ്റ് ആണ് അവരുടെ പെർസ്പെക്റ്റീവ് ടുവേഴ്സ് ദിസ് ഡിസീസ്. പക്ഷേ അതായത് ക്വാളിറ്റി ഓഫ് ലൈഫ് ഡിറ്റീരിയോറേറ്റ് ചെയ്ത് കൂടുതൽ നാൾ ജീവിക്കുന്നതാണോ അതോ ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്ത്? നമ്മളെപ്പോഴും പ്രാമുഖ്യം കൊടുക്കുന്ന ക്വാളിറ്റി ഓഫ് ലൈഫിനാണ്.
നമ്മളെപ്പോഴും ഒരാൾ സഫർ ചെയ്ത് ജീവിക്കുന്നതിന് ഒരിക്കലും നമ്മൾ പ്രാമുഖ്യം കൊടുക്കാറില്ല. ക്വാളിറ്റി ലൈഫിനാണ് കൂടുതലും. ഡോക്ടറിന് മുന്നേ എത്ര പേഷ്യൻസ് വന്നിട്ടുണ്ട്? ധാരാളം. ആരെങ്കിലും ഒരാൾ പറയുകയാണ് എനിക്ക് ട്രീറ്റ്മെന്റ് പോകാൻ താല്പര്യമില്ല, ഞാൻ ജീവിക്കുന്ന ഉണ്ട്, ഇഷ്ടം പോലെ കുറേ ഈ അടുത്ത കാലത്ത് ഉണ്ട്. അതെങ്ങനെയാണ്? ഇപ്പോൾ ഈ അടുത്ത കാലത്തുള്ള ഒരു 77 years ഉള്ളൊരു ആളുണ്ടായിരുന്നു. CA esophagus. He knows that he is having CA esophagus, അതായത് ഫുഡ് പൈപ്പിനകത്ത് ഉണ്ടാകുന്ന ക്യാൻസർ. ഡോക്ടറെ എനിക്ക് അധികാരമൊന്നുമില്ല, ഇത് ആഹാരം ഇറങ്ങിയപ്പോൾ നിങ്ങൾ പൈപ്പ് ഇടുമെന്ന് പറയും, സ്റ്റെൻറ്റ് ഇടുന്നതിനാണ് ഈ പൈപ്പ് ഇടുന്നതെന്ന് പറയുന്നത്. പൈപ്പ് ഇട്ട് തന്നാൽ മതി, എനിക്ക് ആഹാരം കഴിക്കണം, സുഖമായിട്ട് മരിക്കണം. ചാൻസ് ഈ മറ്റേ അന്ന് പറഞ്ഞ ആൾ യങ്സ്റ്റർ ആയിരുന്നു കേട്ടോ. എനിക്ക് എത്ര കാലം ജീവിക്കാൻ പറ്റുമെന്ന് ചോദിച്ചത് യങ്സ്റ്റർ ആയിരുന്നു. ജസ്റ്റ് 40s ആയിരുന്നു.